പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ ഇപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തിൽ ജീവിക്കുന്നു. സ്നേഹിക്കാത്തവനോ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് സന്ദേശങ്ങൾ നൽകുവാനായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് 1-ാമത്തെ സന്ദേശമാണ്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പരസ്പര സ്നേഹം. പരസ്പര സ്നേഹത്തിൻ്റെ നിറവാണ് തിരുക്കുടുംബം. വിശുദ്ധ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയുടെയും വീടാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലായിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം ദൈവത്തിൻ്റെ കുടുംബ പ്രതിഷ്ഠ പ്രാർത്ഥനയാണ്. ദൈവം ഇപ്രകാരം അവരെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വപ്നമാണ് കുടുംബം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം: അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈശോ കൂട്ടിച്ചേർത്തു: അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ ലുമൻ ജെൻസിയം അതിൽ പറയുന്നത് പ്രകാരമാണ്: കുടുംബമാണ് പ്രഥമ ദേവാലയം. എല്ലാം കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നല്ല മാതാപിതാക്കൾ, നല്ല മക്കൾ, സമൂഹത്തിന് മാതൃകയായിട്ടുള്ള മാതാപിതാക്കൾ, സമൂഹത്തിന് മാതൃകയായിട്ടുള്ള മക്കൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാം കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.